ഹലോ, ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് TCSൽ എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. 6 വർഷത്തിന് ശേഷം ഞാൻ TCSനോട് വിട പറയുകയാണ്. ഈ ഒരു 6 ഇയേഴ്സ് ജേർണിയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെട്ടു. TCSലിരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. അതിനുശേഷം ഞാൻ മെറ്റേണിറ്റി ലീവിന് പോയി. മെറ്റേണിറ്റി ലീവിന് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ TCS എന്നെ സ്വീകരിച്ചു. ഞാൻ എൻ്റെ മോനെ വെച്ചിട്ട് 1 ഇയർ ഞാൻ വർക്ക് ചെയ്തു. എനിക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ തന്നു, ഫ്ലെക്സിബിലിറ്റി തന്നു. അതുമാത്രമല്ല TCS കാരണമാണ് എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടായും. എൻ്റെ ഫസ്റ്റ് വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ്, ഗോൾഡ് എല്ലാതും എനിക്ക് TCS കാരണമാണ് ഉണ്ടായത്. അതുകൊണ്ട് TCS എനിക്ക് ക്ലോസ് ടു ഹാർട്ടാണ്. ഇന്നെൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ലാപ്ടോപ്പ് സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ TCS ഓഫീസിലേക്ക് പോവുകയാണ്. എൻ്റെ ലൊക്കേഷൻ കൊച്ചിയാണ്. എൻ്റെ ടീമൊക്കെ കൊൽക്കട്ട ആയതുകൊണ്ട് എനിക്ക് സെൻഡ് ഓഫ് തരാനും ഫെയർവെൽ തരാനും ആരുമില്ല. അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും വീഡിയോ കോൾ വന്നിട്ട് എനിക്ക് ഫെയർവെൽ വിഷസും എല്ലാതും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ടൈം ഞാൻ TCS ഓഫീസിലേക്ക് പോവുകയാണ്. എനിക്ക് ലാസ്റ്റ് 1 ഇയർ ആയിട്ട് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. കാരണം എൻ്റെ ഓഫീസ് കൊൽക്കട്ട ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഓഫീസിൽ പോയി വർക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതെനിക്കൊരു ഭയങ്കര നല്ലൊരു ഉപകാരമായിരുന്നു. ഞാൻ 2020 TCS ജോയിൻ ചെയ്യുന്നത്. ഓഫ് ക്യാമ്പസ് വഴിയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ എൻ്റെ 6 ഇയേഴ്സിന് ശേഷം ഞാൻ TCSനോട് വിട പറയുകയാണ്. കുറേ മിക്സ്ഡ് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഓക്കെ, നമുക്കൊരു ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നമുക്ക് ചില ഡിസിഷൻസ് എടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിരുന്നു. എനിക്ക് എൻ്റെ മോൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വർക്കിൻ്റെ ഇടയിൽ. അങ്ങനെ ഫോർ ദ ലാസ്റ്റ് ടൈം ഐ എം എ TCS ഓഫീസ്. എൻ്റെ ലാപ്ടോപ്പ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ റിട്ടേൺ ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ എനിക്കങ്ങനെ കൊലീഗ്സൊന്നും ഇല്ല. എൻ്റെ കൊലീഗ്സൊക്കെ എല്ലാവരും വേറെ കമ്പനിയിലോട്ട് മാറി. അപ്പോൾ എനിക്ക് ഫെയർവെൽ പാർട്ടി ഒന്നും തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ടീം മൊത്തം ഞാൻ പറഞ്ഞ പോലെ കൊൽക്കട്ട ലൊക്കേഷനിലാണ്. സോ എനിക്ക് അധികം ഒന്നും ചെയ്യാനില്ല. ലാപ്ടോപ്പ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോയി കാഫറ്റീരിയയിൽ പോയിട്ടൊരു കോഫിയൊക്കെ കുടിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ വീടെത്തി. കുറേ മിക്സ്ഡ് ഇമോഷൻസ് എനിക്കുണ്ടായിരുന്നു. 6 ഇയേഴ്സ് ഞാനിവിടെ ഉണ്ടായിട്ട് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതാണ് ലൈഫ്. ലൈഫ് മസ്റ്റ് ഗോ ഓൺ ആൻഡ് വെൽക്കമിങ് എ ന്യൂ ബിഗിനിങ്. അപ്പോൾ ബൈ.